ഇപ്പോൾ വിശദാംശങ്ങളുമായി അനീഷ് ചേരുന്നു. അനീഷ്, ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിൽ എത്തുന്നത്. 2 ലക്ഷത്തിലധികം വനിതകൾ അണിനിരക്കുന്ന BJPയുടെ സ്ത്രീ ശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. നിലവിൽ തൃശൂരിൽ ഏതൊക്കെ തരത്തിലാണ് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്? നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഇത് 2ാം തവണയാണ് തൃശ്ശൂരിലെത്തുന്നത്. നേരത്തെ 2019 അദ്ദേഹം തൃശ്ശൂരിൽ ഒരു പൊതുസമ്മേളന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത്. അത് 2019 ജനുവരി 27 യുവമോർച്ച സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ഇതേ സ്ഥലത്ത് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ അദ്ദേഹം എത്തിയത്. ഇതിനു മുന്നേ അദ്ദേഹം എത്തിയത്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം വരികയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം തൃശ്ശൂരിലെത്തും. 2 ലക്ഷത്തോളം വനിതകൾ അണിനിരക്കുന്ന BJPയുടെ സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ശ്രീ നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തുന്നത്. ഇതിന്റെ ഭാഗമായി റോഡ് ഷോയും അതുപോലെ പൊതുസമ്മേളനവും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പൊതുസമ്മേളനവും റോഡ് ഷോയും അടക്കം ഏകദേശം ഒരു 2.5 മണിക്കൂറോളം അദ്ദേഹം തൃശ്ശൂരിൽ ചെലവഴിച്ച ശേഷമായിരിക്കും മടങ്ങുക എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ശ്രീ പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നതെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുകയാണ്. ഇതിന്റെ ഒരു പ്രചാരണത്തിന് തുടക്കമെടുക്കുക എന്നതുകൂടി ഈ സന്ദർശനത്തിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. തേക്കിൻകാട് മൈതാനിയിലെ വേദിയിൽ ഈ തെരഞ്ഞെടുപ്പിന് തുടക്കമിട്ടുള്ള രാഷ്ട്രീയ വിമർശനവും അതുപോലെ സുപ്രധാന പ്രഖ്യാപനങ്ങളുമെല്ലാം ഉണ്ടാകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം വളരെ അടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ വാക്കുകൾ ആകാംക്ഷയോടെ നാട് ഉൾപ്പെടെ കാത്തിരിക്കുകയാണ്. പ്രവർത്തകരും അതുപോലെ പ്രതിപക്ഷ പാർട്ടികളും ഉൾപ്പെടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും അദ്ദേഹം ഇന്ന് നടക്കാൻ പോകുന്ന പൊതുസമ്മേളനത്തിൽ എടുക്കുന്ന രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ എന്നത് ഉൾപ്പെടെ ഏവരും അതിനായിട്ടുള്ളൊരു പ്രതീക്ഷയിലാണ്. എന്തായാലും ഉച്ചയ്ക്ക് 2 മണിക്ക് അദ്ദേഹം തൃശ്ശൂരിലെത്തും. ഹെലികോപ്റ്റർ മാർഗം കുട്ടനല്ലൂരിലെ ഹെലിപാഡിലെത്തും. തുടർന്ന് അവിടെ നിന്ന് റോഡ് മാർഗമാണ് അദ്ദേഹം തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തുക. ഹെലിപാഡിൽ കളക്ടർ അതുപോലെ മേയർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും. ഈ ഹെലിപാഡിൽ നിന്ന് തൃശ്ശൂർ നഗരത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയുടെ ട്രയൽ റൺ ഇന്നലെ പോലീസ് ഉൾപ്പെടെ SPG ഉൾപ്പെടെ ചേർന്ന് തൃശ്ശൂർ നഗരത്തിൽ നടത്തിയിരുന്നു. ഈ ഹെലിപാഡിലും അതുപോലെ തൃശ്ശൂർ ജനറൽ ആശുപത്രിക്ക് സമീപവും BJPയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. ഈ ജില്ലാ ആശുപത്രിക്ക് സമീപത്തു നിന്നുമാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കുന്നത്. ആദ്യം റോഡ് ഷോയാണ് നടക്കുക. ഈ നായ്ക്കനാലിലെ ഈ ജില്ലാ ആശുപത്രി ജംഗ്ഷൻ മുതൽ നായ്ക്കനാലിലെ സമ്മേളന വേദിയിലേക്കുള്ള ഏകദേശം 1.25 കിലോമീറ്ററോളം സ്വരാജ് റൗണ്ടിലൂടെ അദ്ദേഹം റോഡ് ഷോ നടത്തും. റോഡിന് ഇരുവശത്തും പ്രവർത്തകരും അണികളും അതുപോലെ പൊതുജനങ്ങളും ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ കാണാൻ കാത്തു നിൽക്കും. തിങ്ങി നിറഞ്ഞൊരു പുരുഷാരം തന്നെയായിരിക്കും ഈ സ്വരാജ് റൗണ്ടിന് ചുറ്റും അണിനിരക്കുക എന്നത് തന്നെയായിരിക്കും എല്ലാവരുടെയും പ്രതീക്ഷ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് റോഡും അതുപോലെ ഫുട്പാത്തും ഇരുവശങ്ങളിലും വേർതിരിച്ച് ബാരിക്കേഡ് മുഴുവൻ സ്വരാജ് റൗണ്ട് മുഴുവൻ ബാരിക്കേഡ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഈ റോഡ് ഷോയ്ക്ക് ശേഷമാണ് അദ്ദേഹം നായ്ക്കനാലിലുള്ള തേക്കിൻകാട് മൈതാനിയിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുക. ഇവിടെ കേന്ദ്രമന്ത്രിമാരും അതുപോലെ ദേശീയ നേതാക്കളും ഉൾപ്പെടെ സുരേഷ് ഗോപി ഉൾപ്പെടെ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. അതുപോലെ പ്രശസ്ത വനിതകളായ ബീന കണ്ണൻ അതുപോലെ വൈക്കം വിജയലക്ഷ്മി വിവിധ മേഖലയിലുള്ളവരാണ് ഇവരെല്ലാവരും. അതുപോലെ ഉമാ പ്രേമം, മറിയക്കുട്ടി, മിന്നുമണി, നടി ശോഭന, PT ഉഷ എന്നിവർ ഈ പൊതുസമ്മേളനത്തിൽ നരേന്ദ്രമോദിയോടൊപ്പം വേദി പങ്കിടും. ഈ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് തൃശ്ശൂർ നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 11 മുതൽ സ്വരാജ് റൗണ്ടിലേക്ക് വാഹനങ്ങൾ ഒന്നും തന്നെ കടത്തിവിടില്ല. അത് മാത്രമല്ല നഗരത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ കനത്ത ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നഗരമാകെ അക്ഷരാർത്ഥത്തിൽ കനത്ത സുരക്ഷയിലാണ്. സിറ്റി കമ്മീഷണർ അങ്കിത് അശോകിന്റെ നേതൃത്വത്തിലുള്ള 3000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുള്ള സുരക്ഷാ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഇതിൽ 1000 വനിതാ പോലീസുകാരും ഡ്യൂട്ടിയിലുണ്ടെന്നതും എടുത്ത് പറയേണ്ടതാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ സ്റ്റേഷനുകളിൽ, വിവിധ ക്യാമ്പുകളിൽ നിന്നുള്ള പോലീസുകാരെ ഉൾപ്പെടെ ആണ് ഇവിടെ തൃശ്ശൂരിലേക്ക് കഴിഞ്ഞ ദിവസം ഈ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഡ്യൂട്ടിക്കായിട്ട് എത്തിയിട്ടുള്ളത്. ഐശ്വര്യ ഡോങ്കരെ IPS നേതൃത്വത്തിലാണ് ഈ 1000 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷാ ചുമതല നിർവഹിക്കുന്നത്. ഇവരെല്ലാവരും ചേർത്ത് 3000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ്
തൃശൂർ നഗരത്തിൽ ഡ്യൂട്ടി. ഇതിന് പുറമെ SPG, നമുക്കറിയാം SPGക്കാണ് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ളത്. ഈ SPGക്ക് പുറമെ ഈ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP MR അജിത് കുമാർ, അതുപോലെ ഉത്തരം മേഖല IG K സേതുരാമൻ, അതുപോലെ തൃശൂർ മേഖല DIG S അജിത ബീഗം ഉൾപ്പെടെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ തൃശൂരിൽ ക്യാമ്പ് ചെയ്ത് കർശന സുരക്ഷാ നിർദ്ദേശങ്ങൾ കീഴുദ്യോഗസ്ഥർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും കനത്ത സുരക്ഷയോടെ തന്നെയായിരിക്കും ഈ സമ്മേളന വേദിയിലേക്കും മറ്റും ആളുകളെ പ്രവേശിപ്പിക്കുക. മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ അതിലൂടെ കടത്തിവിട്ട ശേഷമായിരിക്കും ഈ സമ്മേളന വേദിയിലേക്ക് ഓരോരുത്തർക്കും കയറി അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കാനാകുക. എന്തായാലും വലിയ ഒരു സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ശ്രീ നരേന്ദ്രമോദിയുടെ പരിപാടി. ഇന്ന് പൊതുസമ്മേളനവും റോഡ് ഷോയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് തൃശ്ശൂരിൽ നൽകാം. എന്തായാലും ലോക്സഭ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുകയാണ്. സുപ്രധാനമായ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും അതുപോലെ വിമർശനങ്ങളും ഉൾപ്പെടെ അദ്ദേഹത്തിൽ നിന്നും ഏവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് തന്നെയായിരിക്കണം ഒരുപക്ഷെ മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത്. എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉള്ള കാര്യങ്ങളെല്ലാം ഇന്ന് അദ്ദേഹം പൊതുസമ്മേളന വേദിയിൽ പങ്കെടുത്ത് പ്രസംഗിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവരും അത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും കനത്ത സുരക്ഷയിൽ തന്നെയാണ് ഇന്നത്തെ ഈ നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന്റെ ഭാഗമായുള്ള പരിപാടികളെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത്. വൃന്ദ, സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിലെത്തും. 2 ലക്ഷം വനിതകൾ അണിനിരക്കുന്ന BJPയുടെ സ്ത്രീ ശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കും. റോഡ് ഷോയും പൊതുസമ്മേളനവും അടക്കം 2.5 മണിക്കൂറോളം പ്രധാനമന്ത്രി തൃശൂരിൽ ചിലവഴിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതോടെ വലിയ രീതിയിലുള്ള കർശന നിയന്ത്രണങ്ങൾ തന്നെയാണ് തൃശൂർ നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷയ്ക്കായി നിരവധി പോലീസുകാരെയും അതേപോലെ തന്നെ വനിതാ പോലീസുകാരെയും അണിനിരത്തിയിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി.